ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ 8 വിവാഹങ്ങളെ പറ്റി പറഞ്ഞു. ഭഗവാൻ 8 വിവാഹം കഴിച്ചു. രുക്മിണി ദേവി, സത്യഭാമ, ജാംബവതി, കാളിന്തി, മിത്രവിന്ദ, ഭദ്ര, ലക്ഷണ. കഥ ഞാൻ ആദ്യം പറഞ്ഞപ്പോൾ ശ്രുതകീർത്തിയുടെ മകൾ, അതായത് ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ പിതാവിൻ്റെ സഹോദരിയായ ശ്രുതകീർത്തിയുടെ മകൾ ഭദ്രയെ വിവാഹം കഴിച്ചു എന്ന് കൃത്യമായി പറഞ്ഞിരുന്നു. അത് ഭഗവാന്റെ 7ാമത്തെ വിവാഹമാണ്. പക്ഷേ വീഡിയോയുടെ അവസാനം വീണ്ടും ഒന്നുകൂടി എടുത്ത് ഈ പേരുകൾ പറഞ്ഞപ്പോൾ ഭഗവാൻ 7ാമതായി വിവാഹം കഴിച്ചത് ശ്രുതകീർത്തിയെ ആണെന്ന് ഞാൻ തെറ്റായി പറഞ്ഞിരുന്നു. ആദ്യം കൃത്യമായി പറഞ്ഞെങ്കിലും അവസാനം പറഞ്ഞപ്പോൾ തെറ്റായിട്ടാണ് പറഞ്ഞത്. ശ്രുതകീർത്തിയുടെ മകൾ ഭദ്രയെയാണ് ഭഗവാൻ 7ാമതായി വിവാഹം കഴിച്ചത്. ഭഗവാന്റെ 8 ഭാര്യമാരുടെ പേരുകൾ ഇപ്രകാരമാണ്: രുക്മിണി ദേവി, സത്യഭാമ, ജാംബവതി, കാളിന്തി, മിത്രവിന്ദ, സത്യ, ഭദ്ര, ലക്ഷണ. ഇത് നിങ്ങൾ തിരുത്തി പഠിച്ചു കൊള്ളണം. ആദ്യം ശരിയായിട്ടാണ് പറഞ്ഞത്, പക്ഷെ അവസാനം പറഞ്ഞപ്പോൾ ഈ ശ്രുതകീർത്തിയുടെ മകൾ ഭദ്ര എന്നതിനു പകരം ശ്രുതകീർത്തി എന്നായിപ്പോയി. നിങ്ങൾ എൻ്റെ ആ തെറ്റ് ക്ഷമിക്കണം. ഹരേ കൃഷ്ണ. ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന ഭാഗവതത്തിലെ, മഹാഭാഗവതത്തിലെ ഒരു പ്രധാനപ്പെട്ട അധ്യായമാണ് നരകാസുരവധവും കന്യാജന സ്വീകരണവും. നമുക്ക് ആ കഥാഭാഗത്തിലേക്ക് പോകാം. അസുരന്മാരായിരുന്ന ഹിരണ്യാക്ഷനെയും ഹിരണ്യകശിപുവിനെയും നമ്മൾ പഠിച്ചതാണ്. അതിൽ ഹിരണ്യകശിപു ആരായിരുന്നു എന്നും എങ്ങനെയാണ് അദ്ദേഹം മരണപ്പെട്ടതെന്നും ഒക്കെ ഭഗവാൻ മോക്ഷം കൊടുക്കുകയായിരുന്നു ഹിരണ്യകശിപുവിന്. അപ്പം ആ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. അതുപോലെ ഹിരണ്യാക്ഷൻ്റെ കാര്യവും നമ്മൾ പഠിച്ചു. ഹിരണ്യാക്ഷൻ പണ്ട് ഭൂമിദേവിയെയും വഹിച്ചുകൊണ്ട് പാതാളത്തിൽ പോയ സമയത്ത് മഹാവിഷ്ണു വരാഹമായി അവതരിച്ച് ഹിരണ്യാക്ഷനെ വധിച്ചു. ഭൂമിയെ തൻ്റെ തേറ്റമേൽ പൊക്കി വീണ്ടെടുത്ത് ഖോണീരൂപത്തിലുള്ള ഭഗവാന്റെ തേറ്റ ക്ഷോണിയിലേറ്റപ്പോൾ ഭൂമിദേവിക്ക് ഭോഗാനന്ദ പുളകമുണ്ടാവുകയും അതിൻ്റെ ഫലമായി ഒരു പുത്രൻ ഉണ്ടാവുകയും ചെയ്തു എന്ന് ഭാഗവതം പറയുന്നു. തൻ്റെ പുത്രനെ കണ്ട് ഭൂമിദേവി മാതൃവാത്സല്യത്തോടെ അവനെ രക്ഷിക്കണം എന്ന് ലക്ഷ്മി വല്ലഭനോട് അപേക്ഷിച്ചു. ആ സമയത്ത് സ്നേഹത്തോടുകൂടി വരാഹമൂർത്തി ഇങ്ങനെ അരുളി ചെയ്തു: ദേവി, വിഷമിക്കണ്ട, ഇവൻ എൻ്റെ പുത്രൻ തന്നെയാണ്. അസുരസ്പർശത്താൽ ഭവതിക്ക് അശുദ്ധി ബാധിച്ചിരിക്കുന്ന സമയത്തുണ്ടായ പുത്രനായതുകൊണ്ട് ഇവൻ ഒരു അസുരനായി ഭവിക്കും. നരകൻ എന്ന നാമത്തിൽ ഇവൻ അറിയപ്പെടും. അതിനുശേഷം പുത്രനെ അടുത്തു വിളിച്ചു നിർത്തി ഏറ്റവും മാരകവും മഹാശക്തവുമായ നാരായണാസ്ത്രം മകൻ്റെ രക്ഷയ്ക്കായി അദ്ദേഹം അവനു നൽകി. പിന്നീട് മറ്റൊരു മഹാസ്ത്രം കൂടി അവന് ദാനം ചെയ്തുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ അരുളി ചെയ്തു: മറ്റാർക്കും നാളിതുവരെ ലഭിക്കാത്ത ഒരു ദിവ്യാസ്ത്രമാണിത്. ഇതു നിന്റെ കയ്യിലിരിക്കുന്ന കാലത്തോളം വിഷ്ണുവായ എന്നെ കൊണ്ടല്ലാതെ മറ്റാരെ കൊണ്ടും നിന്നെ വധിക്കുവാൻ സാധ്യമല്ല. പോയി വളരെ കാലം ജീവിച്ച് ഭൂപതിയായി വാഴുക. ഇപ്രകാരം അനുഗ്രഹിച്ച് ഭഗവാൻ അന്തർധാനം ചെയ്തു. ഹരേ കൃഷ്ണ. നിങ്ങൾക്ക് നരകാസുരൻ്റെ ജനനം എങ്ങനെയാണ് എന്ന് മനസ്സിലായി കാണുമല്ലോ. നരകാസുരൻ്റെ ജനനം എപ്പോഴാണ്? ആരാണ് മാതാപിതാക്കൾ?
ഭഗവാൻ ശ്രീഹരിയുടെ പുത്രനാണ് നരകാസുരൻ. ഭൂമിദേവിയാണ് അമ്മ. ഈ കഥ എത്ര പേർക്കറിയാമായിരുന്നു? പിന്നീട് നരകൻ അനവധി കാലം അസുരന്മാരുടെ കൂടെ ജീവിച്ചതിനു ശേഷം മുരൻ എന്ന സുഹൃത്തിനോടും അസംഖ്യം അസുരന്മാരോടും കൂടി ഭൂമിയിൽ കാമരൂപം എന്ന രാജ്യത്ത് വന്ന് പ്രാഗ്ജ്യോതിഷം എന്ന സ്ഥലത്ത് ഒരു പുരം നിർമ്മിച്ച് അതിൻ്റെ രാജാവായി, ആ നഗരത്തിൻ്റെ രാജാവായി കാമരൂപം എന്ന സ്ഥലത്തെ പ്രാഗ്ജ്യോതിഷം എന്ന സ്ഥലത്ത് ഒരു നഗരം സ്ഥാപിക്കുകയും ആ നഗരത്തിൻ്റെ രാജാവായി ജീവിച്ചു പോവുകയും ചെയ്തു. നരകൻ അസുരനാണ് എങ്കിലും അസുരവൈരിയായ വിഷ്ണു അവന് ഈ വിധം ആയുധങ്ങളും അനുഗ്രഹങ്ങളും നൽകിയത് അവൻ തൻ്റെ പുത്രനാണ് എന്ന നില വെച്ചിട്ടാണ്. നരകൻ പ്രാഗ്ജ്യോതിഷത്തിൽ അജയ്യ വീരവിക്രമനായിട്ടാണ് രാജ്യം ഭരിച്ചിരുന്നത്. അവൻ്റെ രാജ്യത്തിനു ചുറ്റും ഒരു വലിയ കോട്ട തന്നെ നിർമ്മിച്ചു. ഒരീച്ച പോലും അകത്തേക്ക് കടക്കാൻ സാധിക്കാത്ത രീതിയിലുള്ള അതിഘോരമായ കോട്ടയായിരുന്നു അവൻ സൃഷ്ടിച്ചത്. സ്നേഹിതനായ മുരനും ഒരുമിച്ച് പല ആസുര പ്രവർത്തികളും അവൻ ചെയ്യുവാൻ തുടങ്ങി. വിഷ്ണുവല്ലാതെ മറ്റാരും തന്നെ വധിക്കുകയില്ല എന്ന ധൈര്യം അവനുണ്ടായിരുന്നു. പോരെങ്കിൽ വിഷ്ണു കൊടുത്ത അസ്ത്രങ്ങളും അവൻ്റെ കൈവശം ഉണ്ടായിരുന്നു. പിന്നെ അവൻ എന്തിന് ആരെ ഭയപ്പെടണം? നരകന്റെ നാമം കേട്ടാൽ തന്നെ എല്ലാവരും ഞെട്ടി വിറയ്ക്കുന്ന അവസ്ഥയാണ് പിന്നീട് അങ്ങോട്ട് ഉണ്ടായത്. ദുഷ്ടന്മാരായ സർവ്വരാജാക്കന്മാരും അവൻ്റെ കൂട്ടുകാരായി മാറി അവൻ പറയുന്നത് അനുസരിക്കുന്നതിനായി അവർ കാത്തു നിൽക്കാൻ തുടങ്ങി. കൃതയുഗത്തിലാണ് അവൻ ജനിച്ചത്. അവൻ ത്രേതായുഗത്തിലും ജീവിച്ചു. പിന്നീട് ദ്വാപരയുഗത്തിൻ്റെ അന്ത്യകാലഘട്ടത്തിലും അവൻ ജീവിക്കുകയാണ്. അത്ര വലിയ ഒരു ആയുസ്സാണ് അവന് ഉണ്ടായത്. നരകൻ പിന്നീട് സ്വർഗത്ത് പോയി യുദ്ധം ചെയ്ത് ഇന്ദ്രനെ തോൽപ്പിച്ചു. ഇന്ദ്രൻ്റെ മാതാവാണ് ആര്? അദിതി. ഇന്ദ്രൻ്റെ മാതാവായ അദിതിയുടെ കർണകുണ്ടലങ്ങളും ഇന്ദ്രൻ്റെ വെൺകൊറ്റക്കുടയും അവൻ കവർന്നെടുത്തു. എന്നിട്ട് ഈ വെൺകൊറ്റക്കുടയും അദിതിയുടെ കർണകുണ്ടലങ്ങളും അവൻ പ്രാഗ്ജ്യോതിഷത്തിൽ കൊണ്ടുവന്ന് സൂക്ഷിച്ചു വെച്ചു. നല്ലവരായ അനവധി രാജാക്കന്മാരെ അവൻ വധിച്ചു. അവരുടെ പുത്രികളായ കന്യകമാരെ അവൻ ബലമായി അപഹരിച്ച് തൻ്റെ കൊട്ടാരത്തിൽ കൊണ്ടുവന്ന് പൂട്ടിയിട്ടു. 16,000 സുന്ദരിമാരാണ്, കന്യകമാരാണ് അവൻ്റെ കൊട്ടാരത്തിൽ അങ്ങനെ അടിമകളായി കഴിഞ്ഞുകൂടിയിരുന്നത്. ഇത്രയും ദുഷ്ടനും നിഷ്ഠൂരനുമായ അസുരന് എന്തിനിത്ര ശക്തിമത്തായ ആയുധങ്ങൾ ഭഗവാൻ നൽകി എന്ന് നമുക്ക് തോന്നാം. അതിന് ഒരേ ഒരു കാരണമേ ഉള്ളൂ. തൻ്റെ പത്നിയും അവൻ്റെ മാതാവുമായ ഭൂമിദേവിയെ തൃപ്തിപ്പെടുത്തുന്നതിനു വേണ്ടി മാത്രമാണ് ഭഗവാൻ ഇതൊക്കെ ചെയ്തത്. അവൻ എന്തു കൊടിയ പാപങ്ങൾ ചെയ്താലും അതിൻ്റെ ഭാരം ചുമക്കുന്നതാരാണ്? ഭഗവതിയാണ്, ഭൂമിദേവിയാണ്. ഭൂമിദേവി അത് ചുമന്നുകൊണ്ടേയിരുന്നു. കാരണം മറ്റു നിവർത്തിയില്ല, തൻ്റെ പുത്രനാണ്. അതുകൊണ്ട് തന്നെ ആ ഭാരം ചുമക്കുന്നതിന് ഭൂമിദേവി സന്നദ്ധയും ആയിരുന്നു. കൂടാതെ വിഷ്ണുവിൻ്റെ പുത്രൻ എന്നുള്ള നിലയിൽ അവൻ നിസാരനാകാനും പാടില്ല എന്നതായിരുന്നു വിഷ്ണുവിൻ്റെ ഉദ്ദേശവും. ദേവന്മാരാലോ അസുരന്മാരാലോ മനുഷ്യരാലോ മറ്റ് ഒന്നിനാലോ അവൻ വധിക്കപ്പെടാൻ പാടില്ല എന്നൊരു നിശ്ചയവും ഭഗവാനുണ്ടായിരുന്നു. കാരണം ഭഗവാന്റെ പുത്രനാണ്.
ഭക്തവത്സലനാണ് ഭഗവാന്. ദുഷ്ടനാണെങ്കിലും തൻ്റെ പുത്രനോട് സ്നേഹമുണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാകും. നരകാസുരൻ്റെ ഘോര പ്രവർത്തികളിൽ ദുഃഖിതനായി തീർന്ന ദേവേന്ദ്രനോട് നാരദൻ ഇങ്ങനെ പറഞ്ഞു: ഹേ ദേവേന്ദ്ര, ദേവരാജാവേ, അങ്ങ് ഇങ്ങനെ ദുഃഖിക്കുന്നത് കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. വേണ്ടതുപോലെ തന്നെ ചെയ്യുവാൻ അങ്ങ് ശ്രമിക്കണം. നരകാസുരൻ നാരായണമൂർത്തിയുടെ പുത്രഭാവത്തിൽ ജനിച്ചതുകൊണ്ട് അദ്ദേഹത്തിന് അവനെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ദ്വാരകാപതിയായി വാഴുന്ന ശ്രീകൃഷ്ണ ഭഗവാനെ കൊണ്ടല്ലാതെ മറ്റാരെ കൊണ്ടും ഇതിനൊരു പരിഹാരമുണ്ടാക്കി തരുവാൻ സാധ്യമല്ല. അദ്ദേഹം ഭക്തവത്സലനാണ്, ലോകരക്ഷകനാണ്, കരുണാവാരിധിയാണ്. അതിനാൽ അങ്ങ് ശ്രീകൃഷ്ണനെ ചെന്നുകണ്ട് സങ്കടം ഉണർത്തിക്കണം, എല്ലാം ശരിയാകും. ഇങ്ങനെയുള്ള നാരദൻ്റെ ഉപദേശമനുസരിച്ച് ഇന്ദ്രദേവൻ ദ്വാരകയിൽ എത്തിച്ചേർന്നു. ശ്രീകൃഷ്ണനെ കണ്ട് തൻ്റെ സങ്കടം ബോധിപ്പിച്ചു. അദ്ദേഹം ഇന്ദ്രനെ സമാധാനപ്പെടുത്തി അയച്ചതിനു ശേഷം ഗരുഡനെ മനസ്സിൽ ധ്യാനിച്ചു. തൽക്ഷണം തന്നെ ഗരുഡൻ അവിടെ എത്തിച്ചേർന്നു. ഭാമയുമൊരുമിച്ച് ഭഗവാൻ ഉടൻ തന്നെ ഗരുഡൻ്റെ കണ്ഠത്തിൽ ആരൂഢം ചെയ്ത് പ്രാഗ്ജ്യോതിഷത്തിൽ എത്തിച്ചേർന്നു. പ്രാഗ്ജ്യോതിഷത്തിൻ്റെ ബഹിർഭാഗത്തു ചെന്നു നിന്നുകൊണ്ട് അദ്ദേഹം ആ പുരം ആകെയൊന്ന് വീക്ഷിച്ചു. അതിൻ്റെ രഹസ്യങ്ങൾ മുഴുവനും ഗ്രഹിച്ചു. അതിനുശേഷം അദ്ദേഹം പാഞ്ചജന്യം മുഴക്കിക്കൊണ്ട് മുരപാശദുർഗം എന്ന മായക്കോട്ടയെ ശംഖുനാദ ഖഡ്ഗത്താലും പർവായുധ ദർഗങ്ങളെ ഗദയാലും ജലാഗ്നി വായുദർഗങ്ങളെ സുദർശനത്താലും ഭേദിച്ച് അകത്തു കടന്നു. അത്ര വലിയ ഒരു കോട്ടയായിരുന്നു ആരുടെ? നരകാസുരൻ്റെ. ആ കോട്ടയിലെ പല പല ഭാഗങ്ങളെയും ഭഗവാൻ ഭേദിച്ചു. അതിനുശേഷം അകത്ത് കടന്നു എന്നാണ് ഭാഗവതം പറയുന്നത്. ശംഖിൻ്റെ നാദം കേട്ട്, അതായത് പാഞ്ചജന്യത്തിൻ്റെ ആ ഉഗ്രനാദം കേട്ടിട്ട് നഗരവാസികൾ എന്താണിങ്ങനെയൊരു ഘോര ശബ്ദം എന്ന് ആലോചിച്ച് ഞെട്ടിവിറച്ചു. കാവൽക്കാർ കാർവർണ്ണനുമായി എതിർത്തു. കൃഷ്ണൻ യുദ്ധം ചെയ്ത് അവരെ കാലപുരിക്ക് അയച്ചു. രാജധാനി സൂക്ഷിച്ചുകൊണ്ട് വളഞ്ഞു കിടന്നിരുന്ന മുരൻ എന്ന 5 തലയോട് കൂടിയ ഘോരമായ അസുരൻ പാഞ്ചജന്യത്തിൻ്റെ ശബ്ദം കേട്ട് ഞെട്ടി ഉണർന്നു. അപ്പം മുരൻ എന്ന അസുരന് എത്ര തലയുണ്ടായിരുന്നു? 5 തലയുണ്ടായിരുന്നു. അസുരനാണവൻ, ഘോരനായ അസുരൻ. അവനായിരുന്നു ആ രാജധാനി കോട്ട പോലെ സംരക്ഷിച്ച് അവൻ്റെ മായയാൽ അങ്ങനെ ആ കോട്ട നിർമ്മിച്ച ആ കോട്ട ഇങ്ങനെ ആ പുരം മുഴുവൻ ചുറ്റി വളഞ്ഞ് സംരക്ഷിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ആ കോട്ടയാണ് ഭഗവാൻ എന്ത് ചെയ്തത്? ഭേദിച്ച് അകത്ത് കടന്നത്. അവൻ ഒരു നീണ്ട ശൂലവുമായി, അതായത് 3 മുനകളോട് കൂടിയ ഒരു നീണ്ട ഇരുമ്പ് ശൂലവുമായി അവൻ കൃഷ്ണനെ നേരിടുവാനായി മുമ്പോട്ട് അടുത്തു. മുരനും ഹരിയും തമ്മിൽ അതിഘോരമായ യുദ്ധമാണ് പിന്നീട് നടന്നത്. ഗരുഡൻ തൻ്റെ കൊക്കിനാൽ ഈ ദാനവൻ്റെ ശരീരം മുഴുവനും, ഈ അസുരൻ്റെ ശരീരം മുഴുവനും കൊത്തിക്കീറി. അപ്പോൾ ശൂലം കൊണ്ട് അസുരൻ ഗരുഡനെ കുത്തി മുറിവേൽപ്പിച്ചു. പലതരം മായ അസ്ത്രങ്ങൾ പ്രയോഗിച്ച് മുരൻ മുകുന്ദനുമായി യുദ്ധം ചെയ്തു. ഒടുവിൽ ഭഗവാൻ ദിവ്യാസ്ത്രം തൊടുത്ത് അവൻ്റെ ശിരസുകൾ ഓരോന്നോരോന്നായി മുറിച്ച് അവനെ വധിച്ചു. പിതാവിൻ്റെ മരണം കണ്ട് മുരൻ്റെ പുത്രന്മാരായ താമ്രൻ, അന്തരീക്ഷൻ, ശ്രവണൻ, വസു
വിഭാവസു, നഭസ്വാൻ, അരുണൻ എന്നീ 7 പേർ സപ്തപർവ്വതങ്ങളെ പോലെ പടയോടുകൂടി ഭഗവാനോട് യുദ്ധം ചെയ്യാനായി അടുത്തു വന്നു. ആ യുദ്ധത്തിൽ അവർ 7 പേരും ഭഗവാന്റെ അമ്പേറ്റ് പരലോകം പൂകി. കോട്ടകൾ തകർന്നതും മുരനും മക്കളും ദയനീയമായി കൊല്ലപ്പെട്ടതും നരകാസുരൻ അറിഞ്ഞു. അവന് ദേഷ്യം വന്നു. അവൻ ആയിരക്കണക്കിന് സൈന്യങ്ങളോടുകൂടി ഭഗവാനോട് യുദ്ധം ചെയ്യാനായി പാഞ്ഞു വന്നു. ആ യുദ്ധത്തിൽ നരകാസുരന്റെ സൈന്യങ്ങൾ ഒട്ടുമുക്കാലും നശിച്ചു. പിന്നീട് ആ അസുരൻ ഐരാവതത്തിന് തുല്യമായ ഒരു 4 കൊമ്പനാനയുടെ മുകളിൽ കയറി യുദ്ധം തുടർന്നു. 4 കൊമ്പുകളുള്ള 64 ഹസ്തി പ്രവരന്മാരാണ് നരകാസുരന് ഉണ്ടായിരുന്നത്. ബാക്കിയുള്ള 63 ആനകളുടെയും മുകളിൽ വീരന്മാരായ യോദ്ധാക്കൾ കയറിയിരുന്ന് യുദ്ധം ചെയ്യാനായിട്ട് തുടങ്ങി. പക്ഷീന്ദ്രനായ ഗരുഡൻ തൻ്റെ ചിറക് കൊണ്ട് ആ ആനകളെ അടിച്ചു തെറിപ്പിച്ചു എന്നു മാത്രമല്ല, കൊക്കുകൊണ്ട് ഈ ആനകളെ കൊത്തി മുറിവേൽപ്പിക്കുകയും ചെയ്തു. നരകനും നരകാരിയും തമ്മിൽ പിന്നെയും യുദ്ധം തുടർന്നു. അസുരന്റെ ആവനാഴിയിൽ അസ്ത്രങ്ങൾ അവസാനിച്ചു. വിഷ്ണു ഭഗവാൻ നൽകിയ ദിവ്യമായ അസ്ത്രമെടുത്ത് വിഷ്ണുവിൻ്റെ നേർക്കു തന്നെ ആ ദുഷ്ടൻ പ്രയോഗിച്ചു. ആ ബാണമേറ്റ് അല്പസമയത്തേക്ക് ഒരു മോഹാലസ്യം ഭഗവാന് ഉണ്ടായി. ആ സമയം ഭാമ എന്ന ധീര വനിത വില്ലും അമ്പും കയ്യിലെടുത്ത് പേമാരി പോലെ ശരങ്ങൾ അസുരന്റെ നേർക്ക് തൊടുത്തുവിട്ടു. അപ്പോഴേക്കും മോഹാലസ്യം മാറി ഭഗവാനും എഴുന്നേറ്റു. എന്നിട്ട് ഭഗവാൻ വൈകുണ്ഠവാസിയായ ശ്രീഹരി ശ്രീകൃഷ്ണൻ സുദർശനം തൃക്കൈയിൽ ധരിച്ചു. ആ ചക്രായുധത്തിൻ്റെ പ്രഭയിൽ നരകന്റെ നയനങ്ങൾ അഞ്ചിപ്പോയി. ആനപ്പുറത്തു വെച്ചു തന്നെ അവൻ്റെ കണ്ഠം കൃഷ്ണൻ അറുത്തുമുറിച്ചു അവനെ വധിച്ചു. അതുകണ്ട് ദേവകൾ പുഷ്പവൃഷ്ടി ചെയ്ത് ഭഗവാനെ വാഴ്ത്തി സ്തുതിച്ചു. ആ സമയം ഭൂമിദേവി നരകന്റെ പുത്രനായ ഭഗദത്തനെയും കയ്യിൽ പിടിച്ചുകൊണ്ട് കുണ്ടലങ്ങളോടും വെൺകൊറ്റ കുടയോടും കൂടി ഭഗവാന്റെ മുമ്പിൽ വന്ന് തൊഴുതുകൊണ്ട് ഇങ്ങനെ അഭ്യർത്ഥിച്ചു: നാഥ, നരകന്റെ പുത്രനായ ഇവന് രാജ്യം അങ്ങ് നൽകണം. നരകൻ അപഹരിച്ച അതിഥിയുടെ കുണ്ടലവും ഇന്ദ്രന്റെ വെൺകൊറ്റ കുടയും ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. കാരുണ്യപൂർവം അങ്ങ് ഇവ സ്വീകരിക്കണം. അങ്ങനെ കുണ്ടലങ്ങളും കുടയും ഭഗവാന്റെ തിരുമുമ്പിൽ കാഴ്ചയായി സമർപ്പിച്ചിട്ട് ഭൂമിദേവി ഭഗവാനെ പല വിധത്തിലും വാഴ്ത്തി സ്തുതിച്ചു. തൻ്റെ നാഥയായ ധരാദേവിയെ സന്തോഷപൂർവം പറഞ്ഞയച്ചതിനു ശേഷം ചെന്താമരാക്ഷൻ നരകന്റെ ജഡം ആചാരവിധിപ്രകാരം സംസ്കാരം ചെയ്യുവാൻ വേണ്ട ഏർപ്പാടുകൾ ചെയ്തു. നരകൻ ഭഗവാന്റെ പുത്രനാണല്ലോ. ആ നിലയിൽ അദ്ദേഹം അതിൽ പ്രത്യേകം താൽപ്പര്യം കാണിക്കുകയും ചെയ്തു. നരകന് വിഷ്ണു സായുജ്യ പദവും ഭഗവാൻ പ്രദാനം ചെയ്തു. അതിനുശേഷം ആ പുരത്തിൻ്റെ രാജാവായി നരകന്റെ പുത്രനായ ഭഗദത്തനെ വാഴിച്ചതിനു ശേഷം കാരാഗൃഹത്തിൽ കിടക്കുന്ന കന്യകമാരെ മോചിപ്പിക്കുവാൻ അദ്ദേഹം ആജ്ഞാപിച്ചു. മോചിപ്പിക്കപ്പെട്ട 16,000 കന്യകാരത്നങ്ങൾ കൃഷ്ണനെ വന്നുകണ്ട് താണു തൊഴുതു വണങ്ങി
തങ്ങളുടെ സ്നേഹവും ഭക്തിയും നന്ദിയോടുകൂടി പ്രകടിപ്പിച്ചു. അവരെ സുഗന്ധ തൈലങ്ങൾ പൂശി കുളിപ്പിക്കുവാനും അവർക്ക് നല്ല ഭക്ഷണങ്ങളും വസ്ത്രവും കൊടുക്കുവാനും ഭഗവാൻ ആജ്ഞാപിച്ചു. ഭഗവാന്റെ ആജ്ഞയനുസരിച്ച് തോഴിമാർ അപ്രകാരം ചെയ്യുകയും ചെയ്തു. അതിനുശേഷം അവരെല്ലാവരും ഭഗവാന്റെ മുമ്പിൽ വന്നു. എന്നിട്ട് തൊഴുകൈയോടുകൂടി ഭഗവാനെ നോക്കി നിന്നു. ആ സമയത്ത് ഭഗവാൻ ഇങ്ങനെ അരുളി ചെയ്തു: അല്ലയോ രാജകുമാരിമാരെ, നിങ്ങൾ ഇന്നു മുതൽ സ്വതന്ത്രരാണ്. പല്ലക്കിൽ കയറി നിങ്ങൾ ഓരോരുത്തരും അവരവരുടെ നാടുകളിലേക്ക് മടങ്ങിപ്പൊയ്ക്കൊള്ളുക. ഇങ്ങനെ ഭഗവാൻ പറഞ്ഞപ്പോൾ ആ കന്യകമാർ കൂട്ടത്തോടെ കൈകൂപ്പിക്കൊണ്ട് തങ്ങളുടെ സങ്കടം ഭഗവാനെ അറിയിച്ചു. ഭഗവാനെ, ഞങ്ങളിനി എങ്ങോട്ട് പോകും? അസുരന്റെ കാരാഗ്രഹത്തിൽ കിടന്ന ഞങ്ങളെ സ്വന്തം നാട്ടിൽ ചെന്നാലും ആരും സ്വീകരിക്കുകയില്ല. ഞങ്ങളെ രക്ഷിച്ച അവിടുന്ന് തന്നെ ഞങ്ങൾക്ക് അഭയവും നൽകണം. ഞങ്ങളെയും കൂടി അങ്ങ് ദ്വാരകയിലേക്ക് കൊണ്ടുപോകണം. അവിടുത്തെ ദാസിയായി ഞങ്ങൾ ജീവിച്ചു കൊള്ളാം. മറ്റൊരു മാർഗവും ഇല്ലാത്തതുകൊണ്ടാണ്. അവരുടെ ഇപ്രകാരമുള്ള പ്രാർത്ഥന ഭഗവാൻ സ്വീകരിച്ചു. അവരെ ഭഗവാൻ ദ്വാരകയിലേക്ക് കൊണ്ടുപോയി. വെറും കാമമോ മോഹമോ അല്ല ഭഗവാനെ അതിന് പ്രേരിപ്പിച്ചത്. അവരുടെ ഭക്തിയോട് കൂടിയ പ്രാർത്ഥനയ്ക്ക് അദ്ദേഹം വിധേയനായി എന്നു മാത്രം. കാരണം അദ്ദേഹം ഭക്തവത്സലനാണ്. അപ്പോൾ തന്നെ അദ്ദേഹം ആ യുവതികളെ പല്ലക്കിൽ കയറ്റി അംഗരക്ഷകരോടും കൂടി ദ്വാരകയിലേക്ക് അയച്ചു. അതിനും പുറമെ 64 നാൽക്കൊമ്പനാനകളിൽ ഒരാനയെ മാത്രം ഭഗദത്തന് കൊടുത്തിട്ട് ബാക്കിയുള്ള 63 ആനകളെയും നരകാസുരൻ അടക്കി വെച്ചിരുന്ന അളവറ്റ രത്നധനാദികളടങ്ങിയ ഗന്ധപേടകങ്ങളെയും ഭഗവാൻ ദ്വാരകയിലേക്ക് കൊടുത്തുവിട്ടു. അതിനുശേഷം പീതാംബരൻ തൻ്റെ ഭാര്യയായ സത്യഭാമയും ഒരുമിച്ച് കുണ്ഡലങ്ങളും വെൺകൊറ്റ കുടയുമായി നേരെ എവിടേക്ക് പോയി? ദേവലോകത്തിലേക്ക് പോയി. അവിടെ എത്തി ദേവമാതാവായ അതിഥിയെ കണ്ട് അമ്മയുടെ കുണ്ഡലങ്ങൾ ദാനം ചെയ്തു. അങ്ങനെ അതിഥിയുടെ സങ്കടം ഭഗവാൻ പരിഹരിച്ചു. ഇന്ദ്രന് വെൺകൊറ്റ കുടയും നൽകി. ഭാമയുടെ സൗന്ദര്യം കണ്ട് ദേവവനിതകൾ പോലും അതിശയിച്ചു. ഇന്ദ്രാണിയും ഇന്ദ്രമാതാവും ഭഗവാന്റെ പത്നിയെ വേണ്ട വിധം അനുഗ്രഹിച്ച് ആശീർവദിച്ചു. കൃഷ്ണൻ ചെയ്ത ഉപകാരത്തെ ആദരിച്ച് അദ്ദേഹം കുറേ നാൾ ദേവലോകത്ത് താമസിക്കുന്നതിനായി ദേവേന്ദ്രൻ അദ്ദേഹത്തെയും ഭാര്യയെയും ക്ഷണിച്ചു. അതിനപ്പോൾ സൗകര്യമില്ലാത്തതിനാൽ ഉടൻ തന്നെ തിരിച്ചു പോകണം എന്ന് കൃഷ്ണൻ പറയുകയും ചെയ്തു. യാത്ര ചൊല്ലിപ്പോരുന്ന അവസരത്തിൽ മനോഹരമായ പാരിജാതം സുഗന്ധം വിതറി കുളിർക്കാറ്റിൽ ആടിക്കളിച്ചു നിൽക്കുന്നത് കണ്ട് മോഹം പൂണ്ട് അതിൻ്റെ ഒരു കൊമ്പ് ഒടിച്ച് നമുക്ക് കൊണ്ടുപോകാം എന്ന് ഭാമ പറഞ്ഞതനുസരിച്ചിട്ട് കൃഷ്ണൻ അതിൻ്റെ ഒരു കൊമ്പും ഒടിച്ചെടുത്തുകൊണ്ട് മുമ്പോട്ട് നടന്നു. ഇത് കണ്ടപ്പോൾ ദേവേന്ദ്രന് ഇഷ്ടപ്പെട്ടില്ല. ഉടനെ തന്നെ ദേവേന്ദ്രൻ ചാടി എഴുന്നേറ്റ് കോപം കൊണ്ട് ഭഗവാനോട് യുദ്ധത്തിനായിട്ട് വന്നു. നന്ദി കെട്ടവനാണ് ഇന്ദ്രൻ. ഹേ ഇന്ദ്രദേവ, അങ്ങ് യുദ്ധം ചെയ്യണം എന്നില്ല. ഞാൻ എടുത്ത പാരിജാതത്തിൻ്റെ കമ്പ് തിരിച്ചു തന്നേക്കാം. പക്ഷേ ഒരു കാര്യം, ഞാൻ ഇപ്പോൾ കൊണ്ടുതന്ന ആ രത്നകുണ്ഡലങ്ങളും വെൺകൊറ്റക്കുടയും എനിക്ക് തിരിച്ചു നൽകണം. അത് ഞാൻ മറ്റൊരു സ്ഥലത്തു നിന്നും കൊണ്ടുവന്നു തന്നതാണ്. അത് അവിടെ തന്നെ ഞാൻ തിരിച്ചേൽപ്പിക്കാൻ പോവുകയാണ് എന്ന് കൃഷ്ണൻ പറഞ്ഞു.
അത് കേട്ടപ്പോൾ ദേവേന്ദ്രൻ പേടിച്ചു. എങ്കിലും അപമാനിതനായി അദ്ദേഹം യുദ്ധം തുടർന്നു. ആ യുദ്ധത്തിൽ അദ്ദേഹം പരാജിതനായി എന്നു മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ കിരീടം തെറിച്ച് താഴെ വീഴുകയും ചെയ്തു. അങ്ങനെ കിരീടം താഴെ വീണ സ്ഥിതിക്ക് തൻ്റെ ഇന്ദ്രപ്പട്ടം നശിച്ചു പോകുമോ എന്ന് അദ്ദേഹം ഭയന്നു. ഇന്ദ്രൻ്റെ വിഡ്ഢിത്തവും ഞാനെന്ന ഭാവവും അതേസമയം കാളസർപ്പത്തെ പോലെ മനസ്സിൽ ഇഴഞ്ഞു കയറുന്ന ഭീതിയും എല്ലാം കണ്ട് ഭഗവാൻ ചിരിക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ ആ യുദ്ധത്തിൽ ഇന്ദ്രനെ പരാജയപ്പെടുത്തി അരവിന്ദ നയനൻ പാരിജാതവും കൊണ്ട് ഭാമാസമേതം ദ്വാരകയിൽ എത്തിച്ചേർന്നു. അതിനുശേഷം ഭഗവാൻ ശ്രീകൃഷ്ണൻ ആ ചെടി, ആ പാരിജാതം ഭാമയുടെ അന്തഃപുര മണിഹർമ്മ്യത്തിന് അടുത്തു തന്നെ നട്ട് പരിപാലിച്ചു. അതിൽ വിരിയുന്ന പൂക്കളുടെ സൗരഭ്യം 100 യോജന ദൂരം വരെ അനുഭവവേദ്യമായിരുന്നു. സിമന്തകമണിയുടെ യഥാർത്ഥ അവകാശിനി സത്യഭാമയാണ്. പക്ഷേ അതവൾക്ക് ലഭിച്ചില്ല. അതിനു പകരം ലോകോത്തര മഹാത്മ്യമേറിയ പാരിജാതം അവൾക്കിരിക്കട്ടെ എന്ന് ഈശ്വരൻ നിശ്ചയിച്ചിരിക്കണം. പ്രാഗ്ജ്യോതിഷത്തിൽ നിന്നും ഐക്യപ്പെട്ട 16,000 പരമഭക്തകളായ കന്യകാമണികൾക്കും 16,000 മന്ദിരങ്ങൾ പ്രത്യേകമായി ഭഗവാൻ നൽകി. 16,000 കൃഷ്ണരൂപം ധരിച്ച് അവരെ എല്ലാവരെയും ഒരേ സമയത്ത് പരമകാരുണികനായ ഭഗവാൻ പരിഗ്രഹിച്ചു. അവർ പിതാവും ഒരുമിച്ച് നർമ്മസല്ലാപം ചെയ്തുകൊണ്ടിരുന്ന അവസരത്തിൽ ലോകത്തിൻ്റെ അവസ്ഥ നേരിൽ കണ്ടറിയുന്നതിനു വേണ്ടി ഒരു സന്യാസിയുടെ വേഷം പൂണ്ട് സഞ്ചരിച്ചു കൊണ്ടിരുന്ന മഹാവിഷ്ണു അവരെ കാണാൻ ഇടയായെന്നും അദ്ദേഹത്തിൻ്റെ ദിവ്യ തേജസ്സിൽ ഭ്രമിച്ച് ആ സുന്ദരികൾ കാമത്തോടു കൂടി ആ സന്യാസിയുടെ പിറകെ പോയെന്നും അതിൽ കുപിതനായ പിതാവ് അവരെ ശപിച്ചെന്നും അതിൻ്റെ ഫലമായി പിന്നീട് അവർ പല പല യോനികളിലായി പിറന്ന് ഒടുവിൽ നരകാസുരൻ്റെ കാരാഗ്രഹത്തിൽ അകപ്പെട്ടു എന്നും ഒരു കഥയുണ്ട്. ഈ കാരണത്താലാണ് കാർവർണൻ അവരെ സ്വീകരിക്കുവാൻ ഇടയായത്. ഹരേ കൃഷ്ണ. നിങ്ങൾക്ക് മഹാഭാഗവതത്തിലെ ഈ ഭാഗം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടു എന്നും വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക, ഭഗവാനെ സ്നേഹിച്ചുകൊണ്ടേയിരിക്കുക. ഭക്തവത്സലനാണ് ഭഗവാൻ. ഭഗവാന്റെ കഥകൾ പറയുന്നതും ഭഗവാന്റെ കഥകൾ കേൾക്കുന്നതും ഭഗവാന്റെ കഥകൾ പ്രചരിപ്പിക്കുന്നതും ഭക്തിയുടെ മറ്റൊരു തലം തന്നെയാണ് എന്ന് ഓർക്കുക. ഈ കഥയൊക്കെ നിങ്ങൾ കേൾക്കണം, അത് ഭക്തിയാണ്. ഈ കഥ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം, അതും ഭക്തിയാണ്. നിങ്ങൾക്കതിന് സാധിക്കുന്നില്ലെങ്കിൽ, ഇപ്പോൾ എല്ലാവരെയും വിളിച്ചിരുത്തി നമുക്ക് കഥ പറയാൻ സാധിക്കത്തില്ലല്ലോ. അതുകൊണ്ട് നിങ്ങൾ ഈ കഥ, ഈ വീഡിയോ നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്നതും എന്ത് തന്നെയാണ്? ഭക്തി തന്നെയാണ്. അവരോടത് കേൾക്കാൻ പറയണം. അതും എന്ത് തന്നെയാണ്? ഭക്തി തന്നെയാണ്. കാരണം ഭഗവാന്റെ കഥകൾ പറയുന്നതും കേൾക്കുന്നതും ഭഗവാന്റെ കഥകൾ പ്രചരിപ്പിക്കുന്നതും ഭക്തി തന്നെയാണ് എന്ന് ഭാഗവതത്തിലും ഭഗവത്ഗീതയിലുമൊക്കെ പല ഭാഗങ്ങളിലായി ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. ഇക്കാര്യങ്ങൾ ഓർക്കുക, പ്രാർത്ഥിക്കുക, നാമം ജപിക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. അപ്പോഴേ എനിക്ക് മനസ്സിലാക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ, വീണ്ടും കഥകൾ കേൾക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ എന്നൊക്കെ എനിക്ക് മനസ്സിലാകണമെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുകയാണെങ്കിൽ ഇത്ര ആളുകൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് എനിക്ക് മനസ്സിലാവും. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യും? ഒരു വലിയ സന്തോഷം തോന്നുകയും വീണ്ടും വീണ്ടും കഥകൾ നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ള ഒരു ഊർജം എനിക്ക് ലഭിക്കുകയും ചെയ്യും. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ.